കണ്ണീർ മഴയായി. ആ മഴയിൽ ഒലിച്ചുപോയത് ഇതുവരെ 41 പരം ജീവനുകളാണ്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് 95 പരം ആളുകളാണ്. വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് സമീപം വാവിട്ട് നിലവിളിക്കുന്ന ബന്ധുക്കളുടെ ചിത്രം മനസ്സിൽ മായാതെ കിടക്കുകയാണ്. ഇതിനു പുറമെ നിരവധി കുട്ടികളെ കാണാനില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരൊറ്റ ദിവസത്തിന്റെ ബാക്കി പത്രം, അതോ ആരുടെയെങ്കിലുമൊക്കെ അനാസ്ഥയുടെ ഇരകളോ? തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കണ്ണീരിൽ കുതിർന്ന ദിവസമായിരുന്നു സെപ്റ്റംബർ 27. കാരണം അന്നേ ദിവസം വലിയൊരു ദുരന്തത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. തമിഴക വെട്രി കഴകം അഥവാ TVKയുടെ സ്ഥാപകനും രാഷ്ട്രീയ പ്രവർത്തകനും സർവോപരി സിനിമാ താരവുമായ വിജയ് 17ാമത് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി 2025 സെപ്റ്റംബർ 13 മുതൽ 2025 ഡിസംബർ 20 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാന വ്യാപക പര്യടനം തമിഴ്നാട്ടിലെ കരൂർ എത്തിയപ്പോൾ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ മഹാദുരന്തം സംഭവിച്ചത്. എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഈ ദുരന്തത്തിന് പിന്നിലെ സത്യം എന്താണ്? തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം എന്താണ്? ഷെക്കേന ന്യൂസിന്റെ ന്യൂസ് സ്റ്റോറി ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയങ്ങളാണ്. ജോസഫ് വിജയ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. എന്നാൽ വിജയ് എന്ന് കേട്ടാലോ ആമുഖമോ വിശദീകരണമോ ഇല്ലാതെ ആർക്കും ആളെ പിടികിട്ടും. കാരണം തമിഴ്നാട്ടിൽ എന്നതുപോലെ കേരളത്തിലും വിജയ് ഫാൻസ് ഏറെയുണ്ട്. 1974 ജൂൺ 22 തമിഴ് സംവിധായകനും നിർമ്മാതാവുമായ SA ചന്ദ്രശേഖരന്റെയും ശോഭ ചന്ദ്രശേഖരന്റെയും മകനായി ജനിച്ച വിജയ് ബാലതാരം ആയിട്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. 1996 പുറത്തിറങ്ങിയ പൂവേ ഉണക്കാകെ എന്ന ചിത്രത്തിലൂടെ നടൻ ശ്രദ്ധേയനായി. പിന്നെ 2023 റിലീസ് ചെയ്ത ലിയോ വരെ നിരവധി ചിത്രങ്ങൾ. ഇതിനിടയിൽ തന്റെ സിനിമയിലൂടെ വ്യക്തമായ രാഷ്ട്രീയ ചായ്വുകൾ സമർത്ഥമായി അവതരിപ്പിക്കാനും വിജയ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സമകാലികരായ രാഷ്ട്രീയത്തിന്റെ പല മുഖങ്ങളെയും മേഴ്സൽ പോലെയുള്ള ചിത്രങ്ങളിലൂടെ വിജയ് അവതരിപ്പിച്ചു. അവയിൽ GSTക്കെതിരെയുള്ള പരാമർശങ്ങൾ ഭരണപക്ഷത്തിൽ നിന്നുള്ള എതിർപ്പുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചരക്ക് സേവന നികുതിയെയും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെയും പരിഹസിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ അന്ന് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. വിജയിയുടെ മതവും ഇവിടെ എതിരാളികൾ ആരോപണ വിധേയം ആക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ജോസഫ് വിജയ് എന്ന പൂർണ്ണ പേര് വെളിപ്പെടുത്തി ചില പ്രതികരണങ്ങളും വിജയ് നടത്തിയിരുന്നു. അത് എന്തായാലും വരാനിരിക്കുന്ന രാഷ്ട്രീയ പ്രവേശനത്തിന്റെ വ്യക്തമായ സൂചനകളാണ് മേഴ്സലുമായി ബന്ധപ്പെട്ട് വിജയ് നൽകിയത് എന്നത് വ്യക്തമായിരുന്നു. തമിഴ്നാടിന്റെ ഹീറോ മാത്രമല്ല, രക്ഷകൻ ഇമേജ് അദ്ദേഹം സ്വയം രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. വൈകാതെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നേക്കുമെന്ന അഭ്യൂഹം ഇതോടെ ശക്തമായി. അങ്ങനെയൊരു ഊഹത്തിലേക്ക് എത്താൻ കാരണമായത് 2000 ആണ്ടിന്റെ തുടക്കത്തിൽ വിജയ് വളർത്തിയെടുത്ത ഫാൻസ് അസോസിയേഷനുകളും അതിന്റെ ആഭിമുഖ്യത്തിലുള്ള ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായിരുന്നു. ഫാൻസ് അസോസിയേഷനുകളെ ക്ഷേമ സംഘടനയുടെ കീഴിലാണ് വിജയ് വളർത്തിക്കൊണ്ടുവന്നത്. അതോടെ വിജയിയുടെ ജനകീയ പ്രസ്ഥാനം എന്ന നിലയിലേക്ക് ഫാൻസ് ക്ലബ്ബുകൾ വളർന്നു തുടങ്ങി. ഇതിന്റെ മൂർധന്യത്തിലാണ് രാജ്യത്തെ അഴിമതിക്കും ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കുമെതിരെയുള്ള പ്രതികരണം എന്ന നിലയിൽ തന്റെ സിനിമകളിലൂടെ വിജയ് രൂക്ഷ വിമർശനം ആരംഭിച്ചത്. തുടക്കകാലത്തെ സിനിമകളിൽ ഉണ്ടായിരുന്ന പ്രണയനായകന്റെ ഇമേജുകളിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ആരംഭം ഇവിടെ കുറിക്കപ്പെടുകയായിരുന്നു. സിനിമകളിൽ മാത്രമല്ല, താൻ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും രാഷ്ട്രീയമായ വിയോജിപ്പുകളും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള പരാമർശങ്ങളും വിജയ് തുടർച്ചയായി നടത്തുന്നുമുണ്ടായിരുന്നു. ഇതിനിടയിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയക്കം AIADMK നേതൃത്വത്തിലുള്ള സഖ്യത്തെ പിന്തുണയ്ക്കുകയും 2021 ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം സ്വതന്ത്രമായി മത്സരിക്കുകയും ഭൂരിപക്ഷ വിജയം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. സിനിമ ആകർഷകവും സ്വാധീനവുമുള്ളതാണ് എങ്കിൽ രാഷ്ട്രീയം അധികാരം കൂടിയുള്ളതാണ്. സിനിമയിൽ നിന്ന് വളർന്ന് രാഷ്ട്രീയത്തിൽ എത്തി അവിടെ മിന്നൽ കൊടി പാറിച്ച പൂർവ്വ സൂരികളുടെ ഒരു നിര തന്നെ വിജയിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തമിഴ്നാടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അഭേദമായ വിധത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സിനിമ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിൽ സിനിമയും പ്രധാന പങ്ക് വഹിക്കുന്നു. MGRും ജയലളിതയും കരുണാനിധിയും അണ്ണാദുരയും ഒക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര മാറ്റിവരച്ച സിനിമാ രാഷ്ട്രീയക്കാരായിരുന്നു. ഇതിൽ MGRന്റെയും ജയലളിതയുടെയും കാര്യം പ്രത്യേകമായി പറയണം.
ഒരുത്തൻ ചെരുപ്പിട്ടാൽ നിങ്ങൾ അടിക്കും, എന്നാൽ തമിഴകം മൊത്തം ചെരുപ്പിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച് തമിഴ്നാട്ടിലെ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി പാദരക്ഷകൾ വിതരണം ചെയ്ത് സവർണ മനോഭാവത്തിന്റെ അതീശത്തെ നിസാരമായി തവിടുപൊടിയാക്കിയ ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ തമിഴ്നാട്ടിലെ MGR അല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. സിനിമാക്കാരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ചിലപ്പോൾ ജീവിതവും സിനിമ പോലെ മാറി മറിയുകയും സിനിമയിൽ എന്ന പോലെ മാസ്മരീകതകൾ അവശേഷിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തേക്കാം. രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമ വരെ എത്തിയവരുടെ പട്ടിക ജയലളിതയിലോ MGRലോ ഒതുങ്ങുന്നില്ല എന്നും പറയേണ്ടതുണ്ട്. സാന്ദർഭികമായി അവരെ കൂടി പരാമർശിച്ച് നമുക്ക് കടന്നുപോകാം. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ NT രാമറാവുവാണ് ഇന്ത്യയിൽ നിന്നുള്ള അതിന്റെ മറ്റൊരു തെളിവ്. ആനന്ദപുരി തരക രാമറാവുവാണ് NTR ആയി മാറിയത്. സിനിമാ ജീവിതം ഏറെക്കുറെ അവസാനിച്ച ഘട്ടത്തിലാണ് തെലുങ്ക് ദേശം പാർട്ടി രൂപീകരിച്ച് 1982 അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 1983 മുതൽ 1995 വരെയുള്ള കാലയളവിൽ 3 തവണ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗനും ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് മഹീന്ദ രാജപക്ഷെയും കാലിഫോർണിയ ഗവർണറായിരുന്ന അർണോൾഡ് ഷാസ്നഗറും അഭിനയ രംഗത്ത് നിന്ന് രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വന്നവരായിരുന്നു. പറഞ്ഞു വന്നത് അഭിനേതാക്കളായിരുന്നു എന്നതുകൊണ്ട് അവരാരും മോശം ഭരണകർത്താക്കളായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. ഹൈദരാബാദിനെ IT ഹബ്ബാക്കി മാറ്റിയത് NTRും തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കാരണക്കാരനായത് MGRും ആയിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. നടന്മാർ രാഷ്ട്രീയത്തിൽ വന്നാൽ തമിഴ്നാട് രക്ഷപ്പെടുമെന്നൊരു വിശ്വാസം ഇവിടുത്തെ സാധാരണക്കാർക്കിടയിലുണ്ട്. കാരണം MGR അധികാരത്തിൽ എത്തുമ്പോഴത്തെ തമിഴ്നാട് ആയിരുന്നില്ല അദ്ദേഹം ഭരണം ഒഴിയുമ്പോഴത്തെ തമിഴ്നാട്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിക്കുന്ന നാടാണ് ഉത്തരേന്ത്യ എങ്കിൽ സിനിമാക്കാർക്ക് രാഷ്ട്രീയം കളിക്കാൻ അവസരം കൊടുക്കുന്നവരാണ് തമിഴ്നാടും ആന്ധ്രയുമൊക്കെ. അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും അവർ ആർജിച്ചെടുത്ത സ്നേഹവും എല്ലാമാണ് തങ്ങളുടെ അധികാരികളായി അവരെ അവരോധിക്കാൻ തമിഴ്നാട്ടുകാരെ പ്രേരിപ്പിക്കുന്നത്. ജനങ്ങളുടെ ഈ മനസ്സറിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കച്ചകെട്ടി ഇറങ്ങിയവരിൽ ഒരാൾ നടൻ വിജയകാന്താണ്. കറുത്ത MGR എന്നാണ് തമിഴ് ജനത വിജയകാന്തിനെ വിളിച്ചിരുന്നത്. 2005 ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാണ് വിജയകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ജയിച്ചും തോറ്റും കളിച്ച ആ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ സ്ഥാനം പോലും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവി മുഖ്യമന്ത്രി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹം. പക്ഷേ വിജയകാന്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ജനക്ഷേമ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കെട്ടിവെച്ച കാശുപോലും പോയി വിജയകാന്ത് അമ്പെ പരാജിതനായി. സ്വന്തം പാർട്ടി കൊണ്ട് ആഗ്രഹിച്ചതുപോലെയുള്ള വിജയം നേടിയെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മറ്റു പാർട്ടികളുടെ പടിവാതിൽക്കൽ ചെന്ന് മുട്ടിവിളിച്ചും തുറന്നു കിട്ടാത്ത വാതിൽക്കൽ നിന്ന് നാണം കെട്ട് മടങ്ങാനായിരുന്നു വിജയകാന്തിന്റെ വിധി. കമൽഹാസനാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച മറ്റൊരു തമിഴ് താരം. മക്കൾ നീതി മയ്യം എന്ന പേരിലാണ് അദ്ദേഹം പാർട്ടി രൂപീകരിച്ചത്. DMK സഖ്യത്തിന്റെ നാമനിർദ്ദേശം വഴിയായി രാജ്യസഭാ MP ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ കമൽഹാസനേക്കാൾ സാധാരണക്കാർ പ്രതീക്ഷയർപ്പിച്ചിരുന്ന രാഷ്ട്രീയ പ്രവേശനം സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെതായിരുന്നു. മക്കൾ സേവൈ കക്ഷി എന്ന പേര് നൽകി പുതിയ പാർട്ടിക്ക് രൂപം നൽകിയെങ്കിലും അവസാന നിമിഷത്തിൽ അനാരോഗ്യം കാരണമാക്കി രജനി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പ്രതീക്ഷ നിറഞ്ഞതായി മാറിയത്. സിനിമയിൽ മങ്ങാതെ നിൽക്കുന്ന ജനപ്രിയതയും യൗവനം കൈമോശം വന്നിട്ടില്ലാത്ത ശരീരവുമെല്ലാം വിജയെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങളായിരുന്നു. രാഷ്ട്രീയ പ്രവേശനത്തിന് കളമൊരുക്കാനായി പല പദ്ധതികൾ ആവിഷ്കരിച്ചുവെങ്കിലും വ്യക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിട്ട് 1 വർഷവും 7 മാസവും മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. തമിഴക വെട്രി കഴകം എന്ന പ്രസ്തുത പാർട്ടി ചെന്നൈ ആസ്ഥാനമാക്കി 2024 ഫെബ്രുവരി 2-ാം തീയതിയാണ് ആരംഭിച്ചത്. MGRന്റെയും ജയലളിതയുടെയും ചുവടുപിടിച്ച് അധികാരത്തിൽ പ്രവേശിക്കാൻ വിജയ് സമർത്ഥമായ നീക്കങ്ങളാണ് നടത്തിയിരുന്നതും. ജനങ്ങളെ തന്നോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പല വഴികളും വശങ്ങളും വിജയ്ക്ക് ഉണ്ടായിരുന്നു താനും. 2026 പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനവും വിജയ് പ്രഖ്യാപിച്ചിരുന്നു. പൊതു തിരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വിജയ് മുന്നോട്ട് പോയിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കരൂരിൽ സമ്മേളനം നടത്തിയതും അതൊരു ദുരന്തമായി മാറിയതും. കരൂർ ദുരന്തം എന്തുകൊണ്ട് സംഭവിച്ചു? പല കാരണങ്ങളും അതിലേക്കായി നിരത്തുന്നുണ്ട്.
സിനിമാ ശൈലിയിലുള്ള ആഘോഷങ്ങളും ആവേശങ്ങളും രാഷ്ട്രീയത്തിലും സംഘാടനത്തിനുമുള്ള വിജയിയുടെ പരിചയക്കുറവും ദുരന്തത്തിന് വഴിവെച്ചു എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. കരൂർ വേലുച്ചാമിപുരത്ത് ശനിയാഴ്ച രാത്രി 7 മണിയോടെയാണ് ദുരന്തമുണ്ടായത്. നാമക്കലിലെ റാലി കഴിഞ്ഞാണ് വിജയ് കരൂരിലെത്തിയത്. റോഡിനോട് ചേർന്നുള്ള ചെറിയ മൈതാനത്തായിരുന്നു സമ്മേളനം. 15,000 പേർ കൊള്ളാവുന്ന മൈതാനത്ത് തടിച്ചുകൂടിയത് 50,000-ഓളം പേർ. പക്ഷേ അത് 2 ലക്ഷം പേരുണ്ടായിരുന്നുവെന്നും മറ്റു ചില ഔദ്യോഗിക കണക്കുകൾ പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് വരുമെന്നറിയിച്ച ചിന്നദളപതി എത്തിച്ചേർന്നത് 7 മണിക്ക്. 2 മണിക്ക് നടക്കുമെന്നറിയിച്ച പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായും ആളുകൾ മണിക്കൂറുകൾക്ക് മുൻപ് എത്തിച്ചേർന്നിരിക്കുമല്ലോ. മണിക്കൂറുകളോളം പൊരിവെയിലത്ത് നിൽക്കുമ്പോൾ ആളുകൾക്ക് ദാഹിക്കുകയും വിശക്കുകയും ചെയ്തതും സാധാരണമാണ്. അതിനിടയിലാണ് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണോ എന്ന സ്ഥലകാല വിഭ്രമത്തിന് അടിപ്പെട്ട് വിജയ് ജനങ്ങൾക്ക് നേരെ വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞത്. ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിന് നേരെ സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നവർക്കിടയിലേക്ക് വെള്ളക്കുപ്പിയും പിന്നീട് തൂവാലയും വലിച്ചെറിയുമ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള തിടുക്കവും ആർത്തിയും മത്സരവും ദുരന്തത്തിന് വഴി തെളിച്ചത് ഒരു വശം. ഒരു രാഷ്ട്രീയ യോഗത്തിനപ്പുറം വെള്ളിത്തിരയിലെ തങ്ങളുടെ സൂപ്പർ താരമായ വിജയിയെ കാണാനും കേൾക്കാനുമുള്ള ആവേശമായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കരൂരിൽ ഉണ്ടായത് സാധാരണ അപകടമല്ല എന്നും ആസൂത്രണത്തിലെ പിഴവും കെടുകാര്യസ്ഥതയും പൊതുജനങ്ങളുടെ സുരക്ഷയിലുള്ള അനാസ്ഥയുമാണ് എന്നുമാണ് ഒരു വിഭാഗത്തിന്റെ പ്രതികരണം. പ്രതീക്ഷിച്ചതിലും വലിയ ആൾക്കൂട്ടം എത്തിയിട്ടും 500 പോലീസുകാരെ മാത്രമേ സ്ഥലത്ത് വിന്യസിച്ചിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. മൈതാനത്തിന് സമീപമുണ്ടായിരുന്ന മരത്തിന്റെ ശാഖ ഒടിഞ്ഞു വീണപ്പോൾ പരിഭ്രാന്തരായി ആളുകൾ ഓടിപ്പോയതാണ് ദുരന്തത്തിന് കാരണമായത് എന്നും പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയത് വിജയിക്ക് മാത്രമായിരുന്നുവെന്നും ആക്ഷേപങ്ങളുണ്ട്. റാലി നടത്താനും സമ്മേളനത്തിനും അനുമതി നൽകിയിരുന്നില്ല എന്നൊരു ആക്ഷേപം വേറെയുമുണ്ട്. റാലിയുടെ ഒരു ഭാഗത്ത് നിന്ന് പോലീസ് ലാത്തിചാർജ് നടത്തുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് ലാത്തിചാർജ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ചും വിശദീകരണങ്ങൾ ഒന്നുമില്ല. അതുപോലെ വിജയ്ക്ക് നേരെ ചെരുപ്പ് എറിയുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. വിജയ്ക്കെതിരെ ആരാധകർ ഒരിക്കലും ചെരുപ്പ് എറിയില്ല എന്നത് സുനിശ്ചിതമാണ്. അങ്ങനെയെങ്കിൽ ചെരുപ്പ് എറിഞ്ഞത് ആരാണ്? അതുപോലെ തന്നെ പെട്ടെന്നാണ് കരണ്ട് പോയത്. അതോടെ ആശയവിനിമയം തടസ്സപ്പെടുകയും നേതാക്കൾക്ക് അണികളുമായോ പോലീസുമായോ ആശയവിനിമയം നടത്താൻ കഴിയാതെയായി. വിജയ് വന്ന സമയത്ത് എങ്ങനെ കരണ്ട് പോയി? അതിനിനിയും ഉത്തരം കിട്ടിയിട്ടില്ല. കരണ്ട് പോയ സമയത്താണ് തിക്കും തിരക്കും കൂടുതലായത് എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നത്. എന്നാൽ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് FIR-ലുള്ളത്. അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തി, അനുമതിയില്ലാതെ റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങി, റാലിയിലേക്ക് എത്താൻ മനഃപൂർവ്വം വൈകി എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് അതിലുള്ളത്. അതോടൊപ്പം കൊലയാളിയാണ് എന്ന മട്ടിൽ തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പേരിൽ ചോര പുരണ്ട കൈകളുമായി നിൽക്കുന്ന വിജയിയുടെ പോസ്റ്ററുകൾ എവിടെയും വ്യാപകമായിരിക്കുകയാണ്. വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം വ്യാപകമായിരിക്കുന്നു. സംഘാടനത്തിൽ വീഴ്ചകൾ പലതുണ്ട് എന്ന് അംഗീകരിക്കുമ്പോഴും വിജയിയുടെ സിനിമാ സ്റ്റൈൽ ദോഷം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോഴും ഉത്തരം കിട്ടാത്ത മറ്റു ചില ചോദ്യങ്ങളുണ്ട്. 15,000 പേരെ മാത്രം പ്രതീക്ഷിച്ച ഒരു സമ്മേളനത്തിൽ എങ്ങനെ 50,000 പേർ വന്നു? ദുരന്തമുണ്ടായ വാർത്ത പുറംലോകം അറിയുന്നതിന് മുൻപേ കരൂർ MLA-യും മന്ത്രിയുമായ സെന്തിൽ ബാലാജിയും ചില മാധ്യമങ്ങളും മെഡിക്കൽ കോളേജിൽ എത്തിയത് എങ്ങനെ? കരൂരിൽ ചതി നടന്നിട്ടുണ്ട് എന്നാണ് BJP-യുടെ പ്രതികരണം. വിജയ് വന്നപ്പോൾ വൈദ്യുതി പോയത് എങ്ങനെയെന്നാണ് BJP-യുടെ ചോദ്യം. ചോദ്യങ്ങൾ നിരവധിയാണ്. BJP-യുടെ എതിരാളിയായിരുന്നിട്ടും വിജയെയോ പാർട്ടിയെയോ പ്രതികൂട്ടിലാക്കാൻ BJP ശ്രമിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും നിശബ്ദതയ്ക്കും മറുപടിയും കിട്ടുമ്പോഴേ കരൂർ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം വെളിച്ചത്ത് വരികയുള്ളൂ. അപകടം ആസൂത്രിതമാണ് എന്നും ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നും അതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ട് എന്നുമാണ് TVK-യുടെ അവകാശവാദം. ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ദുരന്തത്തിന് മുൻപ് കല്ലേറുണ്ടായി എന്നും CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ നടപടി വേണമെന്നുമാണ് വിജയുടെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. TVK നേതാക്കൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തപ്പോൾ ഈ സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് TVK-യുടെ നിലപാട്. ഇതേ ആവശ്യം ഉന്നയിച്ച് മദ്രാസ് ഹൈക്കോടതിയെ പാർട്ടി സമീപിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജസ്റ്റിസ് അരുണ ജഗദീശന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചപ്പോൾ അത് വിജയിയുടെ ഭാഗത്തു നിന്ന് 20 ലക്ഷം രൂപ വീതമാണ്. കരൂരിലുണ്ടായ നഷ്ടങ്ങളെ ഏത് വിധേനയും നികത്താൻ ഇനി ഒരിക്കലും കഴിയില്ല. മാത്രവുമല്ല, അതിന്റെ കുറ്റക്കാരുടെ പട്ടികയിൽ നിന്ന് വിജയ് ഉൾപ്പെടെ ആരെയും ഒഴിവാക്കാനും കഴിയില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുമ്പോഴും അത് ആരുടെയെങ്കിലും മനഃപൂർവ്വമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നോ എന്ന സംശയം അവശേഷിക്കുന്നുണ്ട്. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് അപകടമെന്നും അതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ട് എന്നും TVK അവകാശപ്പെടുന്നതിനെയും അവഗണിച്ചു കളയാൻ കഴിയില്ല. കാരണം എന്ത് തന്നെയായാലും
ഇവിടെ തകർന്നു വീണത് വിജയിയുടെ രക്ഷകൻ ഇമേജാണ്, അയാളിലുള്ള വിശ്വാസമാണ്. സിനിമയിലെ മാസ് പഞ്ച് ഡയലോഗുകളും 100 ഗുണ്ടകളെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് പോരാടി നായികയെ രക്ഷിക്കുന്ന ഗിമിക്കുകളും ഒന്നും ഇവിടെ വിലപ്പോയില്ല. സിനിമ പോലെയല്ല രാഷ്ട്രീയം. ഒരു പറ്റം ആളുകൾക്കും ക്യാമറയ്ക്ക് മുന്നിലെ സ്റ്റാർട്ട് ആക്ഷൻ കട്ടിനുവിടയിൽ അവസാനിക്കുന്നതാണ് സിനിമ. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയല്ല, അത് ലൈവാണ്. എഡിറ്റിംഗും ഗ്രാഫിക്സും ചേർത്താൽ സമയം കിട്ടാത്തത്ര ലൈവാണത്. സിനിമയിൽ രക്ഷകനായി അവതരിച്ച അദ്ദേഹം ജീവിതത്തിൽ പരാജയമാണ് എന്ന മട്ടിലാണ് വ്യാപകമായ പ്രതിഷേധങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ദുരന്തത്തോട് വിജയ് കാണിച്ച പ്രതികരണം തന്നെയാണ്. ദുരന്ത സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അദ്ദേഹം സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലേക്ക് പറക്കുകയായിരുന്നു. അണ്ണൻ പട്ടുമെത്തയിൽ ഉറങ്ങി, ആരാധകർ പട്ടടയിൽ ഉറങ്ങി എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പ്രതികരണങ്ങൾ. ആരാധകരെ ശാന്തരാകുവിനെന്ന് ആശ്വസിപ്പിച്ച് വീണ്ടും ജനങ്ങളെ തന്റെ വരുതിയിലാക്കാൻ വിജയിക്ക് കഴിയുമോ എന്ന് കാത്തിരിക്കേണ്ടതാണ്. അൺറിയലും റിയലും തമ്മിലുള്ള വ്യത്യാസം വിജയിക്കല്ല, അനുയായികളിൽ ബോധമുള്ളവർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായി കാണണം. ദുരന്തമുഖത്ത് നിന്ന് നിശബ്ദനായി ഓടി രക്ഷപ്പെടുന്ന നായകൻ അവരുടെ പ്രതീക്ഷ കേൾപ്പിച്ച ആഘാതം വളരെ വലിയതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രജകളാണ് രാജാക്കന്മാർ. ഏതെങ്കിലും ഒരാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് MLA-യോ മന്ത്രിയോ ആക്കുന്ന സാധാരണക്കാരും 150 200 രൂപ മുടക്കി ഒരു നടന്റെ ചിത്രം സാമ്പത്തികമായി വിജയിപ്പിക്കുന്ന പ്രേക്ഷകനുമാണ് രാജാക്കന്മാർ. അവരില്ലെങ്കിൽ മന്ത്രിയോ സിനിമാ താരങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് ഇക്കൂട്ടർ ആദ്യം പഠിക്കേണ്ടത്. മറ്റൊരാളെ കുറിച്ചുള്ള പരിഗണനയുടെ ഏറ്റവും ചെറിയ തെളിവാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. തന്റെ സമയത്തിന് മാത്രമല്ല മറ്റൊരുത്തന്റെ സമയത്തിനും വിലയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും കാരണത്താൽ 5-10 മിനിറ്റ് വൈകുന്നത് പോലെയല്ല നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രോഗ്രാമിന് മണിക്കൂറുകളോളം വൈകുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം വിജയ് ഏറ്റെടുത്തേ തീരുകയുള്ളൂ. ഈ വൈകൽ തന്നെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഒരു ദിവസത്തെ പണിയും കളഞ്ഞ് കൊച്ചുകുട്ടികളും അടക്കം വിജയിയെ കാണാൻ ഒരു കുടുംബം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ നേരത്തെ അവിടെ എത്തിച്ചേരുമായിരുന്നു ഇദ്ദേഹം. ദാഹിച്ചു തളർന്നിരിക്കുന്ന ഒരു ആൾക്കൂട്ടത്തിന് നേരെ കുപ്പിവെള്ളവും തൂവാലയും വലിച്ചെറിയുമ്പോഴെങ്കിലും അതുവഴി സംഭവിക്കാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സാമാന്യ ബോധമെങ്കിലും വിജയ് എന്ന ആ നടന് ഉണ്ടാവേണ്ടതായിരുന്നു. സെൻസും സെൻസിബിലിറ്റിയും വേണമെന്ന് നമ്മുടെ ഒരു സൂപ്പർ താരത്തിന്റെ ഡയലോഗ് ഈ മനുഷ്യർക്കൊക്കെ ബാധകമാണ് എന്നുള്ളത് ഓർക്കുക. സിനിമ കാണാം, ആസ്വദിക്കാം. സിനിമാ താരങ്ങളോട് സ്നേഹവും തോന്നുന്നതും സ്വാഭാവികമാണ്. പക്ഷെ അവരെ ആരാധിക്കരുത്. സൂപ്പർ താരങ്ങൾ മരിക്കുമ്പോൾ തീ കൊളുത്തി ജീവഹൂതി ചെയ്യുന്നതും സിനിമയിലെ കഥാപാത്രമായിരുന്നിട്ട് പോലും അവർ മരിക്കരുതെന്ന് വാശി പിടിക്കുന്നതും എപ്പോഴും വിജയിയായി മാത്രം ഇഷ്ടതാരത്തെ അവരോധിക്കുന്നതുമൊക്കെ അന്ധമായ താരാരാധനയാണ് എന്ന് ഓർത്തിരിക്കുക. ജീവിതത്തിൽ നിന്നാണ് സിനിമയുണ്ടാകുന്നത്. സിനിമയിൽ നിന്ന് ഒരിക്കലും ജീവിതം ഉണ്ടാകുന്നില്ല. സിനിമയെയും നടീനടന്മാരെയും അതായി കാണാൻ കഴിയാതെ വരുന്ന സാഹചര്യം അത്യന്തം അപലപനീയമാണ്. അതോടൊപ്പം പരിഹാസ്യമാണത്. സിനിമ താരാരാധനയുടെ പേരിൽ ക്ഷേത്രങ്ങൾ വരെ പ്രിയപ്പെട്ട താരങ്ങൾക്കായി പണിയുന്ന വിധത്തിലുള്ള പ്രത്യേക മാനസിക അവസ്ഥയുള്ളവരാണ് തമിഴ്നാട്ടുകാർ. അവർക്ക് സിനിമ വിട്ട് ഒരു ജീവിതമില്ല എന്നുള്ളതാണ് വാസ്തവം. അതിര് കടന്ന താരാരാധന ദുരന്തത്തിലെ അവസാനിക്കൂ എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് തെലുങ്ക് സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ അല്ലു അർജുന്റെ പുഷ്പ 2-വിന്റെ പ്രീമിയറിനിടെയുണ്ടായ അപകടം. അപ്രതീക്ഷിതമായി അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒരു 39-കാരി കൊല്ലപ്പെടുകയും അവരുടെ മകന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്റെ ഹൃദയം പിളർന്നു എന്നായിരുന്നു ഈ മരണത്തെക്കുറിച്ചുള്ള അല്ലു അർജുന്റെ പിന്നീടുള്ള പ്രതികരണം. അതേ പ്രതികരണം തന്നെയാണ് കരൂർ സംഭവത്തിൽ വിജയും നടത്തിയത്. സുരക്ഷിത ലാവണങ്ങളിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തുന്നതും ഞെട്ടുന്നതും എളുപ്പമാണ്. പക്ഷേ നിത്യജീവിതത്തിൽ അത് എത്രത്തോളം ഉണ്ട് എന്നതാണ് പ്രസക്തമായ ചോദ്യം. ആരാധകർക്ക് തങ്ങളോടുള്ള വികാരം മനസ്സിലാക്കി വേണ്ടത്ര സുരക്ഷ ജനങ്ങൾക്ക് കൂടി ഒരുക്കി പൊതുപരിപാടികളിൽ പങ്കെടുക്കാനാണ് ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾ ശ്രമിക്കേണ്ടത്. അന്യ സംസ്ഥാനക്കാരെ താരാരാധനയുടെ പേരിൽ പരിഹസിക്കുന്ന സാക്ഷരരും വിദ്യാസമ്പന്നരുമായ മലയാളികളും ഇപ്പോൾ താരാരാധനയുടെ പുറകെ തന്നെ എന്നതും ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ഫാൻസ് ഷോകളും സൂപ്പർ താരങ്ങളുടെ കട്ടൗട്ടുകൾക്ക് മീതെയുള്ള പാലഭിഷേകവും റിലീസ് ദിനത്തിലെ ആഘോഷങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് മലയാളികളും ഇപ്പോൾ അതേ പാതയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും മാരകമായ ഒരു വേർഷൻ കഴിഞ്ഞ ദിവസം കണ്ടു. മലയാളത്തിലെ ഒരു സൂപ്പർ താരം വെട്ടിക്കളഞ്ഞ നഖം ഞാൻ എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയ ഒരു നടി തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇത്തരത്തിലുള്ള ആരാധകരെ കുറിച്ചാണ് ആരാധകർ വിഡ്ഢികളാണ് എന്ന് ഉദയനാണ് താരം സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച സരോജ് കുമാറിന്റെ കഥാപാത്രം വളരെ വ്യക്തമായി പറയുന്നത്. കാര്യങ്ങൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നാം ഇനിയും പാഠം പഠിച്ചില്ല എങ്കിൽ ആരാധകരെ ആ കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുക?
കരൂർ സംഭവത്തിന്റെ പേരിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇരുപക്ഷത്തു നിന്നും ശ്രമങ്ങൾ നടന്നേക്കാം. വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഭയപ്പെടുന്നവർ അത് മുടക്കാനുള്ള തന്ത്രമായി ഈ അപകടത്തെ മാറ്റിയെടുത്തേക്കാം. എന്നാൽ അതിജീവിക്കാൻ കഴിയുന്ന സാമർഥ്യങ്ങളുമായി വിജയ് അതിനെ നേരിട്ടുവെന്നും വന്നേക്കാം. സാധ്യതകൾ പലതാണ്. അതെന്തൊക്കെയായാലും ഈ രാഷ്ട്രീയ കളികളിൽ വിജയം ആർക്ക് തന്നെയായാലും നഷ്ടം വന്നത് ആ 41 മനുഷ്യർക്കാണ് എന്ന് മറന്നുപോകരുത്. ഇപ്പോഴും അപകടത്തിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർക്കാണ് എന്ന് ഓർത്തിരിക്കുക. തന്നെ വിശ്വസിച്ചും തന്നെ സ്നേഹിച്ചും തന്നെ കാണാൻ കാത്തിരുന്ന തന്റെ അനുയായികൾ അപകടത്തിൽപ്പെട്ടപ്പോൾ പരിപാടി പാതി വഴിയിൽ അവസാനിച്ച് സുരക്ഷിതനായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയ ഒരു നേതാവിനെ ഇനിയും വിശ്വസിക്കണമെങ്കിൽ ആ ജനങ്ങൾ ഒന്നുകിൽ മണ്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം ക്ഷമിച്ചും സഹിച്ചും മാപ്പ് കൊടുക്കുന്ന ക്ഷമയുടെ കോടതികളായിരിക്കണം അവർ. വരുംകാലം ഇതിലേതാണ് ആ മനുഷ്യർ എന്ന് തെളിയിക്കട്ടെ.